നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് GMAW എന്നതിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക് ആർക്ക് വെൽഡിങ്ങിൻ്റെ കാറ്റഗറിയിൽ വരുന്ന ടൈപ്പ് വെൽഡിംഗ് ആണ്. ഇതൊരു കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ഉപയോഗിച്ചുള്ള വെൽഡിംഗ് ടെക്നിക്കാണ്. അതായത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് വെൽഡിംഗ് സമയത്ത് ഉരുകി ആ വെൽഡിൻ്റെ കൂടെ ചേർന്നിട്ടാണ് അവിടെ വെൽഡ് കംപ്ലീറ്റ് ആവുന്നത്. അതുപോലെ തന്നെ അവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ട്രോഡ് ഉരുകി വെൽഡിൻ്റെ കൂടെ ചേരുന്നതിനനുസരിച്ച് ഈ ഇലക്ട്രോഡ് ടോർച്ചിനുള്ളിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ ഇവിടെ ഒരു വെൽഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായിട്ട്, അതായത് വെൽഡിംഗ് സമയത്തുള്ള ഉരുകിയ മെറ്റൽ അറ്റ്മോസ്ഫിയറിലെ ഗ്യാസുകളുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ഓക്സിജൻ, നൈട്രജൻ, വാട്ടർ വേപ്പറൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു വെൽഡിൻ്റെ സ്ട്രെങ്ത് കുറയാൻ കാരണമാവും. അതുകൊണ്ട് തന്നെ ആ ഒരു വെൽഡിംഗ് സമയത്ത് ആ ഒരു വെൽഡിനെ മറ്റ് അറ്റ്മോസ്ഫിയർ ഗ്യാസുകളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് തടയണം. അതിനായിട്ട് ഇവിടെ ഒരു ഷീൽഡിംഗ് ഗ്യാസിൻ്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പേരിൻ്റെ കൂടെ ഒരു ഗ്യാസ് വെൽഡിംഗ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ഇനി ഈ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് തന്നെ രണ്ട് പേരുകളിൽ കൂടെ അറിയപ്പെടുന്നുണ്ട്. മിഗ് വെൽഡിങ്ങും മാഗ് വെൽഡിംഗ്. മിഗ് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. മാഗ് വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ആക്റ്റീവ് ഗ്യാസ് വെൽഡിംഗ്. രണ്ടും സിമിലർ ടെക്നിക്ക് തന്നെയാണ്, രണ്ടും സെയിം സാധനം തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കുന്ന ഷീൽഡിംഗ് ഗ്യാസിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ മിഗ് വെൽഡിങ്ങിൽ ഇനേർട്ട് ഗ്യാസുകളാണ് നമ്മൾ ഷീൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ആർഗൺ അല്ലെങ്കിൽ ഹീലിയം പോലുള്ള ഇനേർട്ട് ഗ്യാസുകൾ, നോൺ റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസുകളാണ് മിഗ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. മാഗ് വെൽഡിങ്ങിലേക്ക് വരുന്ന സമയത്ത് ആക്റ്റീവ് ഗ്യാസുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്യാസുകളാണ് മാഗ് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്നത്. നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. മിഗ് വെൽഡിങ്ങിനെ അപേക്ഷിച്ച് മാഗ് വെൽഡിങ്ങിൽ നമുക്ക് കൂടുതൽ ഹൈ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അത് കൂടുതൽ പെനിട്രേഷനുള്ള വെൽഡ് നൽകുകയും ചെയ്യും. ഈ മാഗ് വെൽഡിങ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഫെറസ് മെറ്റലുകൾ വെൽഡ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ സ്റ്റീലൊക്കെ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പെനിട്രേഷൻ ആവശ്യമാണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ മാഗ് വെൽഡിങ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇനേർട്ട് ഗ്യാസുകളെ അപേക്ഷിച്ച് ആക്റ്റീവ് ഗ്യാസുകൾ കുറച്ചും കൂടെ ചീപ്പാണ്. അത് ഈ ഒരു മാഗ് വെൽഡിങ്ങിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കും. ഇനി മിഗ് വെൽഡിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ നമുക്കറിയാം ഇനേർട്ട് ഗ്യാസുകളാണ് ഉപയോഗിക്കുന്നത്. ഇനേർട്ട് ഗ്യാസുകൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഇനേർട്ട് ഗ്യാസുകൾ ഈ വെൽഡുമായിട്ട് യാതൊരു വിധത്തിലുള്ള കെമിക്കൽ റിയാക്ഷനും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള വെൽഡാണ് ഇവിടെ നമ്മൾ മിഗ് വെൽഡിങ്ങിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മിഗ് വെൽഡിങ്ങിന് വളരെ ടെമ്പറേച്ചറൊക്കെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ടെമ്പറേച്ചർ നമുക്ക് ലഭിക്കുന്നത്. അത് നോൺ ഫെറസ് മെറ്റലുകളും വളരെ തിന്നായിട്ടുള്ള മെറ്റൽസൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ സൂട്ടബിൾ ആണ് ഈ ഒരു മിഗ് വെൽഡിങ്. ഇനി നമുക്ക് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മിഗ് ആണെങ്കിലും മാഗ് ആണെങ്കിലും ഈ ഒരു സെറ്റപ്പ് സെയിം തന്നെയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഷീൽഡിംഗ് ഗ്യാസിൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും വ്യത്യാസം വരുന്നത്. നമുക്കൊരു പവർ സപ്ലൈ വേണം. നമ്മൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനായിട്ട് ചൂസ് ചെയ്യുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് DC പവർ സപ്ലൈ ആണ്. DC തന്നെ നമ്മൾ DC റിവേഴ്സ് പോളാരിറ്റിയാണ് നമ്മൾ ഈ ഒരു ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ DCRPയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോഡ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, വർക്ക് നെഗറ്റീവും ആയിരിക്കും. ഇവിടെ നമുക്കൊരു ഏകദേശം 70% ഹീറ്റ് ഇലക്ട്രോഡിലും 30% ഹീറ്റ് വർക്കിലും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു DCRPയുടെ സെറ്റപ്പ് വരുന്നത്. ഇതാണ് നമ്മൾ മിഗിന് ആയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സെറ്റപ്പ്. ഇനി നമുക്കൊരു ഷീൽഡിംഗ് ഗ്യാസിൻ്റെ സപ്ലൈ വേണം. നമ്മൾ മിഗ് വെൽഡിംഗ് ആണെങ്കിൽ ഇനേർട്ട് ഗ്യാസുകളായിട്ടുള്ള ആർഗൺ അതുപോലെ തന്നെ ഹീലിയം, ഇതിലേതെങ്കിലും ഗ്യാസാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ടും ആർഗൺ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മാഗ് വെൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് ഗ്യാസുകൾ, പല ടൈപ്പ് ആക്റ്റീവ് ഗ്യാസുകൾ ഉപയോഗിക്കാം. നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്യാസാണ്. കാർബൺ ഡൈ ഓക്സൈഡോ പ്യുവറായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ മിക്സ്ചേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഗ്യാസ് സപ്ലൈ നേരെ പോകുന്നത് നമ്മുടെ വെൽഡിംഗ് ടോർച്ചിനകത്ത് കൂടെയാണ്. ഇനി ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിലുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു യൂണിറ്റാണ് വയർ ഫീഡ് യൂണിറ്റ്. നമുക്കറിയാം ഈ ഇലക്ട്രോഡ് ഇവിടെ ഉരുകി വീഴുന്നതിനനുസരിച്ച് ഈ ടോർച്ചിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രോഡ് വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ ഇലക്ട്രോണിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ ഉണ്ടാക്കുന്ന യൂണിറ്റാണ് വയർ ഫീഡ് യൂണിറ്റ്. ഒരു മോട്ടറായിരിക്കും ഈ ഒരു വയർ ഫീഡ് യൂണിറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. ഈ വയർ ഫീഡ് യൂണിറ്റും പവർ സപ്ലൈയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് സാധാരണ വരുന്നത്. ഇലക്ട്രോഡുകൾ വയർ ഫോമിൽ വയർ സ്പൂളുകളായിട്ടാണ് വാങ്ങാൻ കിട്ടുന്നത്. ഈ വയർ സ്പൂൾ നേരെ മെഷീനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വയർ സ്പൂളിൽ നിന്നും വയർ ഒരു 2 റോളേഴ്സ് വഴിയാണ് ഈ ഒരു ടോർച്ചിലേക്ക് കടക്കുന്നത്. ഈ റോളേഴ്സ് കറക്റ്റ് ടെൻഷനിൽ ആ ഒരു ഇലക്ട്രോഡ് വയർസിനെ സപ്ലൈ ചെയ്യാൻ സഹായിക്കും. ഈ റോളേഴ്സിൽ ഗ്രൂവുകൾ ഉണ്ടായിരിക്കും. ആ ഗ്രൂവിലൂടെയാണ് ഈ ഒരു വയർ കടന്നു പോകുന്നത്. നമ്മൾ ഈ ഒരു ഉപയോഗിക്കുന്ന വയർ ഇലക്ട്രോഡിൻ്റെ ടൈപ്പിനനുസരിച്ച് ആ ഒരു റോളറിലുള്ള ഗ്രൂവിലും വ്യത്യാസം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹാർഡായിട്ടുള്ള സോളിഡ് വയേഴ്സ്, സ്റ്റീൽ വയറുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ V ഗ്രൂവുള്ള റോളേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നെർലഡ് V ഗ്രൂവുള്ള റോളേഴ്സ് ഉപയോഗിക്കുന്നത് ഫ്ലക്സ് കോർഡ് വയർസ് ഉപയോഗിക്കുന്ന സമയത്താണ്. നമ്മൾ ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് കോർഡ് വയേഴ്സാണ് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് നമ്മൾ നെർൽഡ് V ഗ്രൂവുള്ള റോളേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ U ഗ്രൂവുള്ള റോളേഴ്സ് ഉപയോഗിക്കുന്നത് അലുമിനിയം വയറുകൾ ഉപയോഗിക്കുന്ന സമയത്താണ്.
ഇനി ഇതാണ് നമ്മുടെ വെൽഡിംഗ് ടോർച്ച്. ഈ വെൽഡിംഗ് ടോർച്ചാണ് ഓപ്പറേറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ വെൽഡിംഗ് ടോർച്ചിന് മാനുവലായിട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടോ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ടോർച്ചിനകത്തുള്ള ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ഗ്യാസ് ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് ഗ്യാസ് ഡിഫ്യൂസർ. ഈ ടോർച്ചിന് എൻഡിലായിട്ട് ഗ്യാസ് നോസിലും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഗ്യാസ് ഡിഫ്യൂസറിൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാസ് ഡിഫ്യൂസറിലൂടെയാണ് ഈ ഷീൽഡിംഗ് ഗ്യാസ് വന്നിട്ട് ഈ നോസിലിനകത്തേക്ക് നിറയുന്നത്. ഈ ഗ്യാസ് ഡിഫ്യൂസർ ഈ ഷീൽഡിംഗ് ഗ്യാസിനെ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി ഗ്യാസ് നോസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷീൽഡിംഗ് ഗ്യാസിനെ കറക്റ്റായിട്ട് വെൽഡ് ഏരിയയിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഗ്യാസ് ഡിഫ്യൂസർ നോർമലി ബ്രാസ് അല്ലെങ്കിൽ കോപ്പർ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി ടോർച്ചിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് കോണ്ടാക്ട് ടിപ്പ്. ഈ കോണ്ടാക്ട് ടിപ്പ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗമാണ്. ഈ കോണ്ടാക്ട് ടിപ്പിൻ്റെ ജോലി ഒന്ന് ഈ ഒരു വയർ ഇലക്ട്രോഡിനെ ഗൈഡ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ജോലി എന്താ വെച്ച് കഴിഞ്ഞാൽ വെൽഡിംഗ് കറണ്ടിനെ ഈ ഒരു വയർ ഇലക്ട്രോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഒരു കോണ്ടാക്ട് ടിപ്പാണ്. കോണ്ടാക്ട് ടിപ്പ് കോപ്പറോ അല്ലെങ്കിൽ കോപ്പർ അലോയ്സ് വെച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു ഇലക്ട്രിക് ആർക്ക് വെൽഡിംഗ് ടെക്നിക്കാണ്. നമ്മുടെ സപ്ലൈ കാരണം ഈ ഒരു ഇലക്ട്രോഡിനും വർക്കിനും ഇടയിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഇലക്ട്രിക് ആർക്ക് ജനറേറ്റ് ആവുകയും ആ ഒരു ആർക്കിൻ്റെ ഹൈ ടെമ്പറേച്ചർ കാരണം ഇവിടെ ബേസ്മെൻറ്റിലും അതുപോലെ തന്നെ ഇലക്ട്രോഡും ഉരുക്കി അവിടെ വെൽഡിങ് സംഭവിക്കുകയും ചെയ്യും. ഇലക്ട്രോഡ് ഉരുക്കി വീഴുന്നതിനനുസരിച്ച് ഇലക്ട്രോഡ് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ടോർച്ചിനകത്തൂടെ വന്നുകൊണ്ടേയിരിക്കും. ഇനി ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളെ കുറിച്ചും നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു GMMW വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു വെൽഡിംഗ് പ്രോസസ്സാണ്. ഇവിടെ മെറ്റൽ ഡെപ്പോസിഷൻ റേറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. അതിന് വളരെ ക്ലീൻ ആയിട്ടുള്ള വെൽഡാണ് ലഭിക്കുന്നത്. നല്ല ഡീപ്പ് പെനിട്രേഷനുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള വെൽഡാണ് നമുക്കിവിടെ GMMW ലഭിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ GMMW ഔട്ട്ഡോർ യൂസിന് അത്ര സ്യൂട്ടബിൾ അല്ല. കാരണം പുറത്തുനിന്നുള്ള കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷീൽഡിംഗ് ഗ്യാസിൻ്റെ സപ്ലൈനെ അത് ഡിസ്റ്റർബ് ചെയ്യുകയും അത് നമ്മുടെ വെൽഡിനെ മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഔട്ട്ഡോർ യൂസിന് ഈ ഒരു GMMW അത്ര സ്യൂട്ടബിൾ അല്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടതിന് വളരെ നന്ദി.